നമ്മുടെ നാട് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ്. നബിദിനാഘോഷം ഇസ്ലാമികമാണ് എന്ന് വരുത്തി തീർക്കുവാൻ അള്ളാഹുവിൻ്റെ അരികിൽ കൂലി കിട്ടുന്ന ഒരു ദിവസമാണ് ആഘോഷിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല ആളുകളും പലതരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാട്ടിക്കൂട്ടലുകളിലൂടെ ചടങ്ങുകളിലൂടെ ആരെങ്കിലും നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന പാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം. ഖുൽ ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ വ മസാകിനു തർളൗനഹ. മനുഷ്യൻ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ ഏറെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, കച്ചവടം, വീട്, ഇതൊക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് ഇതൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി. അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, ഇതിനോടൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബി അംരിഹി. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അഥവാ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത്, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനെ സ്നേഹിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാൻ ഇൻകാനത്ത് ഹാദിഹിൽ അശ്യാഉ, ഈ കാര്യങ്ങൾ അഹബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഐ ഫന്തളിറു മാദാ യഹില്ലു ബിക്കും മിൻ ഇഖാബിഹി വ നകാലിഹി ബിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, അള്ളാഹുവിൻ്റെ പരീക്ഷണം നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രമാത്രമാണ് സ്നേഹിക്കേണ്ടത് എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുള്ള തെളിവുകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു വഖാല ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു സംഭവം എന്താണ്? സുഹറത്ത് ബിൻ മഅബദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അൻ ജദ്ദിഹി ഖാൽ കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. വഹുവ ആഖിദും ബിയദി ഉമർ ഇബ്നുൽ ഖത്താബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ഫഖാൽ വല്ലാഹി ലഅൻത യാ റസൂലല്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ കഴിച്ചാൽ പിന്നെ എനിക്ക് അങ്ങയോടാണ് സ്നേഹം, എന്നെ കഴിച്ചാൽ പിന്നെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അങ്ങയാണ് റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി. ഒരാൾ അയാളെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ, മനുഷ്യന് ഏറ്റവും സ്നേഹം അവനോടാണല്ലോ, ഒരാൾ അയാളെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ വിശ്വാസിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഫഖാല ഉമർ ഫഅൻതൽ ആൻ വല്ലാഹി അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവിൻ്റെ റസൂലേ, മറ്റെല്ലാറ്റിനേക്കാളും എന്നെക്കാളും ഞാൻ ഇപ്പോൾ അങ്ങയെയാണ് സ്നേഹിക്കുന്നത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമർ റെഡിയായത്. അപ്പോൾ ഒരാൾ അയാളുടെ ജീവനേക്കാൾ, അയാളെക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ വിശ്വാസിയാവുകയുള്ളൂ. വീണ്ടും ഇമാം ഇബ്നു കസീർ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നത് കാണാം വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഏതുവരെ? മിൻ വാലിദിഹി വവലദിഹി,
മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, പിതാവിനേക്കാൾ, മക്കളെക്കാൾ, അതേപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ഒരാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ അയാൾ വിശ്വാസിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഈ ആയത്തും അതേപോലെ ഹദീസുകളും ഇതുപോലെയുള്ള ആയത്തുകളും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് മതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഗമാണത്. അത് ഇന്ന് ചില ആളുകൾ എന്തോ ഒരു വലിയ ഔദാര്യം എന്ന നിലയിൽ, ഞങ്ങളിതാ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുകയാണ്, അതിൻ്റെ പേരിൽ ഞങ്ങൾ ആഘോഷം സംഘടിപ്പിക്കുകയാണ്, അതിൻ്റെ പേരിൽ ഞങ്ങൾ റാലി നടത്തുകയാണ്, അതിൻ്റെ പേരിൽ ഞങ്ങൾ അന്നദാനം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഒരു ഔദാര്യം എന്ന പോലെ നിർവഹിക്കുന്നത് അല്ല അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. മറിച്ച് ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ, ഒരാൾ മുഅ്മിനാകണമെങ്കിൽ, ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ അയാൾ അള്ളാഹുവിനെ സ്നേഹിച്ചേ മതിയാവൂ എന്നാണ് ഈ ആയത്തും ഹദീസും വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കുവാനും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.